ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒന്നാം ഘട്ട പോളിംഗിൽ മികച്ച ശതമാനമാണ് രേഖപ്പെടുത്തുന്നത്. 64.46% പേർ വോട്ട് ചെയ്തു എന്നാണ് ഇതുവരെയുള്ള കണക്ക്. വനിതകളുടെ പോളിംഗ് ശതമാനത്തിലും വലിയ വർധനയുണ്ടായിട്ടുണ്ട്. ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ട്. ബാലഗോപാൽ, ഒരു ഫൈനൽ കണക്കിലേക്ക് വരുമ്പോൾ 65-ന് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ടല്ലേ? താരതമ്യേന ചിലയിടങ്ങളിൽ സംഘർഷങ്ങളുണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ കടന്നുപോയി അല്ലേ? ദിവിഷ്, ഈ ബീഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1951 ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ദിവിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അന്തിമ കണക്ക് വരുമ്പോൾ ഒരുപക്ഷെ 65% കടക്കുവാനുള്ള സാധ്യതയുമുണ്ട്. ഇതിനു മുമ്പ് 2000 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഈ 63% പോളിംഗ് ബീഹാറിൽ നടന്നിരുന്നത്. ഈ പോളിംഗ് ശതമാനത്തിലെ വർധനവ് തങ്ങൾക്ക് അനുകൂലമാണ് എന്നാണ് ബീഹാറിലെ മിക്ക രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത്. മാറ്റത്തിന് വേണ്ടിയുള്ള വോട്ടായിരുന്നു ഇതെന്നാണ് കോൺഗ്രസ് RJD സഖ്യത്തിലെ നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഈ ബീഹാറിലെ ജനത മാറ്റത്തിന് വേണ്ടി നടത്തിയ വോട്ടാണെന്ന് പ്രശാന്ത് കിഷോറും പറയുന്നു. പക്ഷേ പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ്, പ്രത്യേകിച്ച് വനിതാ വോട്ടർമാരുടെ പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് BJPയും അതുപോലെ തന്നെ ജനതാദൾ യുണൈറ്റഡും അടങ്ങുന്ന സഖ്യം. ഏതായാലും ഈ അവകാശവാദങ്ങൾ ഇങ്ങനെ നിലനിൽക്കുമ്പോഴും ഈ പോളിംഗ് ശതമാനത്തിലെ ഈ വർധനവിന് ഒരു പ്രധാന കാരണമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റും പറയുന്നത് SIR ആണ്. കാരണം വോട്ടർ പട്ടിക പരിഷ്കരിച്ചതിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ വോട്ടർമാരുടെ പേരായിരുന്നു ഈ പട്ടികയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഒരു വർധനവുണ്ടായതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ ചില മേഖലകളിൽ ചെറിയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ വലിയ സംഘർഷങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് കമ്മീഷൻ പറയുന്നത്. രണ്ടിടത്ത് ഈ സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രി വിജയ് സിൻഹയ്ക്കെതിരെയും അതുപോലെ തന്നെ CPIM MLA സൂര്യകാന്ത് യാദവിനെതിരെയും അക്രമമുണ്ടായതൊഴിച്ചാൽ പൊതുവെ സമാധാനപൂർണ്ണമായിട്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്, ഒന്നാം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് നടന്നത്. 121 മണ്ഡലങ്ങളിലായിരുന്നു ഇന്ന് പോളിംഗ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ബീഹാറിലെ ഒന്നാം ഘട്ട പോളിംഗിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. 14-നാണ് രാജ്യം കാത്തിരിക്കുന്ന റിസൾട്ടും വരാൻ പോകുന്നത്.